നമസ്കാരം, ഞാൻ വിനോദ് കെ എസ്. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലെ ഒരു പ്രത്യേക ആശയമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു സമയതരമുണ്ട്. അതിൻ്റെ നീളം, ഒരു വശത്തിൻ്റെ നീളം എക്സ് ആണ്. മഞ്ഞ നിറത്തിലുള്ള രണ്ട് സമചതുരങ്ങളും ഇവിടെ കാണാം. ഇപ്പോൾ ചതുരത്തിൻ്റെ ഉയരം, ഇവിടെ വരുന്ന ഈ മഞ്ഞ നിറത്തിലുള്ള ചതുരത്തിൻ്റെ ഉയരം സമചതുരത്തിൻ്റെ വശത്തിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ സമചതുരത്തിനോട് ചേർത്താണ് അത് വച്ചിരിക്കുന്നത്. ചതുരങ്ങളുടെ വീതി എ യൂണിറ്റ് വീതമാണ്. രണ്ട് ചതുരങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? മഞ്ഞ ചതുരങ്ങൾ രണ്ടെണ്ണം. ഇതിനെ ക്രമീകരിച്ച് ഒരു വലിയ സമചതുരമാക്കി മാറ്റാൻ കൂട്ടിച്ചേർക്കേണ്ട ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? ഇൻ ദ ഫിഗർ there is a red square and two yellow rectangles attached to it. Side of the square and height of each rectangles are x meters അല്ലെങ്കിൽ x units. Width of each rectangle is a meter. What is the area of small square added so that the rearranged figure becomes a large square? കാര്യം മനസ്സിലായല്ലോ. ഈ രണ്ട് ചതുരങ്ങളുണ്ട്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് ഒരു സമചതുരം ഉണ്ടാക്കണം. അതിന് വേണ്ട കൂടുതലായി എന്തെങ്കിലും ചേർക്കണമോ? ആ ചേർക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സമചതുരമാണ് ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഒരു സമചതുരം എക്സ് വശമുള്ള ഒരു സമചതുരം വച്ചു. അതിനുശേഷം എ വശമുള്ള അതിൻ്റെ വീതി എയും ഉയരം എക്സ് തന്നെയായിട്ടുള്ള ഒരു ചതുരം, മറ്റൊരു ചതുരം കൂടി. അപ്പോൾ രണ്ട് ചതുരങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ വലിയ ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൻ്റെ വീതി അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2a ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2a ആണ്. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു സമചതുരമാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്താലോ, ഈ രണ്ടാമത് വരുന്ന ഈ സമചതുരത്തെ നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറ്റാം. അപ്പോൾ നമുക്കിതിനെ മാറ്റി ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ സമചതുരത്തിനെ ഇവിടെ കയറ്റി വെച്ചു. അപ്പോൾ ഈ ഒരു നീളം എന്ന് പറയുന്നത് എ ആണ്. ഇവിടെയും എത്ര തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും അല്ലേ? ഇവിടെയും എ തന്നെയാണ്. ഇതും എ ആണ്, ഇവിടെയും എ തന്നെ. അങ്ങനെയാണെങ്കിൽ പുതിയതായത് ഞാനൊരു സമചതുരം അവിടെ വരച്ചു കഴിഞ്ഞു. ഒരു പച്ച നിറത്തിലുള്ള സമചതുരം വരച്ചു. ആ സമചതുരത്തിൻ്റെ ഒരു വശം എത്രയാണ്? എ ആണ് അല്ലേ? ഒരു വശം എ ആയിട്ടുള്ള സമചതുരമാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ്, അല്ലെങ്കിൽ ഏരിയ എത്രയാണെന്നാണ്. ഇപ്പോൾ ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എ സ്ക്വയർ ആയിരിക്കും അല്ലേ? എ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? അപ്പോൾ അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ആണ്. അപ്പോൾ എക്സ് പ്ലസ് എ അല്ലെ? ഒരു വശം എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ആണ്. അതിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞത് എത്രയായി? എക്സ് പ്ലസ് എ ഓൾ സ്ക്വയർ ആയി അല്ലേ? എക്സ് പ്ലസ് എയുടെ വർഗ്ഗമായി. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം ഒന്ന് നോക്കിയേ. ആദ്യത്തെ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ആദ്യത്തെ ചതുരം. നമുക്ക് ആദ്യം തന്നിരുന്ന ഒരു ചതുരമാണ്. ഒരു സമചതുരവും രണ്ട് ചതുരങ്ങളും ചേർന്നപ്പോൾ മറ്റൊരു ചതുരം കിട്ടി. അതിൻ്റെ പരപ്പളവ് എത്രയാണ്? അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഈ മഞ്ഞ ഭാഗത്തിൻ്റെ എത്രയായിരിക്കും? ഇവിടെ ഒരു എ എക്സ് വരും, ഇവിടെ ഒരു എ എക്സ് വരും. അല്ലെങ്കിൽ മഞ്ഞ ഭാഗത്തിൻ്റെ മൊത്തം വീതി എന്ന് പറയുന്നത് 2a ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ മഞ്ഞ ഭാഗത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് 2a ഇൻറ്റു എക്സ് ആണ്. 2a ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നിരുന്ന
ചതുരത്തിൻ്റെ ആ സമചതുരവും രണ്ട് ചതുരങ്ങളും ചേർന്ന ആ ചതുരത്തിൻ്റെ പരപ്പളവ്. അതിനെ നമുക്ക് സമചതുരമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചിരുന്നത് ഏറ്റവും കുറഞ്ഞ സമചതുരത്തിൻ്റെ ഏരിയ എത്രയാണെന്ന്, അല്ലേ? സമചതുരമാക്കാൻ കൂട്ടിയത് a² ആണ്, ശരിയല്ലേ? ഇവിടെ വന്നിരുന്ന ഈ എയുടെ സ്ക്വയറാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു വശം എ ആയിട്ടെടുത്ത് എയുടെ സ്ക്വയറാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. x² പ്ലസ് 2ax പകരം നമുക്ക് ഈ ചതുരത്തിൻ്റെ ആദ്യം തന്നിരുന്ന ചതുരത്തിൻ്റെ ഏരിയ x² പ്ലസ് 6x ആണ് എന്ന് വിചാരിക്കുക. x² പ്ലസ് 6x ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ ഒരു സമചതുരമാക്കണമെങ്കിൽ എന്ത് കൂട്ടണം? അല്ലെങ്കിൽ സമചതുരമാക്കാൻ വേണ്ടി നമ്മൾ ചേർക്കേണ്ട ഒരു ചെറിയ സമചതുരമുണ്ട്, അല്ലേ? ആ ചെറിയ സമചതുരത്തിൻ്റെ ഏരിയ എത്രയാണ്? പരപ്പളവ് എത്രയായിരിക്കും? 2a എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്, അല്ലേ? 2a എന്ന് പറയുന്നത് 6 ആണ്. നമുക്ക് ചേർക്കേണ്ടത് a² ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ പറയും എത്രയാണ്? 3ൻ്റെ സ്ക്വയർ. അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ ആയിരിക്കും, അല്ലേ? 2a എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ ആയിരിക്കും കൂട്ടേണ്ടത്. അപ്പോൾ അടുത്തൊരു ചോദ്യം, x² പ്ലസ് 10x. x² പ്ലസ് 10x ആണ് നമുക്ക് ആദ്യം തന്നിരുന്ന ചതുരത്തിൻ്റെ ഏരിയ എന്ന് വിചാരിക്കുക. ഇതിനെ സമചതുരമാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എന്ത് കൂട്ടണം? അല്ലെങ്കിൽ കൂട്ടേണ്ട ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? ഇപ്പോൾ പറയും നിങ്ങൾ, എത്രയായിരിക്കും? വെരി ഗുഡ്, 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. 6ൻ്റെ പകുതിയുടെ വർഗം, 10ൻ്റെ പകുതിയുടെ വർഗം, 2aയുടെ പകുതി അതിൻ്റെ വർഗം. ഇത്തരത്തിലാണ് നമ്മൾ ഇതിനെ വർഗമാക്കി മാറ്റുന്നത്. x² പ്ലസ് 6xൻ്റെ കൂടെ കൂട്ടേണ്ടത് 3ൻ്റെ സ്ക്വയറാണ്, അല്ലേ? അപ്പോൾ കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്ന സമചതുരത്തിൻ്റെ ഏരിയ നമുക്ക് എത്രയാണെന്ന് നോക്കാം. എത്രയാണ്? x² പ്ലസ് 6x പ്ലസ് 3ൻ്റെ സ്ക്വയർ. ഇതെങ്ങനെയാണ്? a² പ്ലസ് 2ab പ്ലസ് b² എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ നമുക്കിതിനെ x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ 3ൻ്റെ സ്ക്വയർ കൂട്ടിക്കഴിയുമ്പോൾ ഇത് സമചതുരമാകും. ആ സമചതുരത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് x പ്ലസ് 3 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ താഴത്തെ എത്രയാണെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലായി കാണും. ഇപ്പോൾ നിങ്ങൾ പറയും എന്താണ്? x² പ്ലസ് 10x പ്ലസ് 5ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വന്നു? x പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. ഇതുപയോഗിച്ച് നമ്മൾ നിരവധി കണക്കുകൾ ചെയ്യാൻ പോകുന്നു. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതുപയോഗിച്ചിട്ടുള്ള കണക്കുകൾ നമുക്ക് പരിചയപ്പെടാം.